യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. റോമൻ കൂരിയായും ആ റോമൻ കൂരിയായുടെ കീഴിലുള്ള 16 ഡീകാസ്ട്രിയെക്കുറിച്ചും 3 ട്രൈബ്യൂണൽസ് അല്ലെങ്കിൽ കോടതികളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. ഇവയെല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണ തലപ്പത്തു നിന്നാണെന്ന് നമ്മൾ കണ്ടു. തുടർന്ന് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് പൊന്റിഫിക്കൽ കമ്മീഷനുകളെക്കുറിച്ചാണ്. ഈ വിഷയം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെ നിങ്ങളുടെ പേരിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഭരണ സംവിധാനത്തിൽ റോമൻ കൂരിയയെക്കുറിച്ചും അതിലെ ഡീകാസ്റ്റുകളെക്കുറിച്ചും കോടതികളെക്കുറിച്ചും അല്ലെങ്കിൽ ട്രൈബ്യൂണലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിൻ്റെ എല്ലാം ക്രോഡീകരിക്കുന്നത് നിയന്ത്രിക്കുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അവശേഷിക്കുന്ന ഒരു ഭാഗം പൊന്റിഫിക്കൽ കമ്മീഷനുകളും കമ്മിറ്റികളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് അച്ഛനൊന്ന് വിശദമായിട്ട് സംസാരിക്കാമോ? പൊന്തിഫിക്കൽ കമ്മീഷനുകളും പൊന്തിഫിക്കൽ കമ്മിറ്റികളും മറ്റ് കാര്യാലയങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവർ വഹിക്കുന്ന പ്രധാനപ്പെട്ട ചുമതല പോലെയുള്ളൊരു ചുമതല ആണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല പൊന്തിഫിക്കൽ. അതേസമയം അവരുടേതായിട്ടുള്ള തലത്തിൽ അവർക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഈ പൊന്തിഫിക്കൽ കമ്മീഷൻസ്, മാർപ്പാപ്പയുടെ കീഴിലുള്ള പല കമ്മീഷൻസ് ഉണ്ട്. പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനുണ്ട്. അതായത് ബൈബിൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ കമ്മീഷനാണ് കൈകാര്യം ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ബൈബിളിലെ ഔദ്യോഗികമായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത്, ബൈബിൾ സംബന്ധമായിട്ടുള്ള സംശയങ്ങളൊക്കെ വരുമ്പം പ്രാദേശിക തലത്തിലൊന്നും അതിൽ ഒരു തൃപ്തികരമായിട്ട് മറുപടി ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ കമ്മീഷനിലേക്ക് നമുക്ക് എഴുതുകയൊക്കെ ചെയ്യാവുന്നതാണ്. പൊന്റിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ, ബൈബിൾ സംശയങ്ങൾ, ബൈബിൾ വ്യാഖ്യാനങ്ങൾ, ഇതെല്ലാം അതോറിറ്റേറ്റീവായിട്ട് ആധികാരികമായിട്ടുള്ള അതുപോലെ ബൈബിൾ സംബന്ധമായിട്ടുള്ള പ്രമാണ രേഖകളുമെല്ലാം ഔദ്യോഗികമായിട്ടുള്ള പ്രബോധനങ്ങളുമെല്ലാം ഈ കമ്മീഷൻ വഴിയായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചോദ്യം, മജിസ്റ്റേറിയം എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ? മജിസ്റ്റേറിയം എന്ന് പറയുമ്പോൾ മജിസ്റ്റർ എന്ന് ലത്തീനിലൊക്കെ ഉള്ള വാക്കിനർത്ഥം ടീച്ചറാണ്. മജിസ്റ്റേറിയം എന്ന് പറയുമ്പോൾ മജിസ്റ്റേറിയം ഓഫ് ദ ചർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും സഭയുടെ പ്രബോധന അധികാരം എന്നാണ് വസ്തുത്തിൽ അർത്ഥമാക്കുന്നത്. അപ്പം എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പൊതുവായിട്ടുള്ള സഭയെ സംബന്ധിച്ചുള്ള സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അതുപോലെ തന്നെ ധാർമ്മികതയൊക്കെ സംബന്ധിച്ച് വിശ്വാസം, ധാർമ്മികത തുടങ്ങിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം, നമുക്കൊരു സംശയമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സംശയം ഒക്കെ നിർവഹിക്കുന്ന മജിസ്റ്റേറിയമാണ്. ടീച്ചിങ് ഓഫീസ് ഓഫ് ദ ചർച്ച് എന്നാണ് പറയുക. സഭയുടെ പ്രബോധന അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് മജിസ്റ്റേറിയം എന്ന് പറയുന്നൊരു കാര്യം. അത് ഇതുപോലുള്ളൊരു കമ്മീഷനും അല്ലതാണ്. അത് കമ്മീഷനല്ലത്, അതൊരു കമ്മീഷനല്ല. അപ്പോൾ ഈ ഒരു ചിലപ്പോൾ ഇങ്ങനെയുള്ള കമ്മീഷൻസുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ഒരു കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായി. പ്രത്യേകിച്ച് ഈ കോൺഗ്രിഗേഷൻ ഡിക്കാസ്റ്ററി ഫോർ ഫെയ്ത്താണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നത്. അതാണ് സഭയുടെ പ്രബോധന അധികാരം എന്നാണ് വാസ്തവത്തിൽ മജിസ്റ്റേറിയം എന്ന് പറയുമ്പോഴത്തേക്കും അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കമ്മീഷനാണ് പൊന്റിഫിക്കൽ തിയോളജിക്കൽ കമ്മീഷനുണ്ട്. ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് സഭയുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ദൈവശാസ്ത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ, ഇതിനൊക്കെ ഒരു മറുപടി നൽകുന്ന ഒരു കാര്യാലയമാണ് ഈ പൊന്റിഫിക്കൽ
തിയോളജിക്കൽ കമ്മീഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ അടുത്തിടെ രൂപീകരിച്ച വേറൊരു കമ്മീഷനുണ്ട് വാസ്തവത്തിൽ. അതായത് പ്രായപൂർത്തിയാകാത്തവരുടെ അവകാശം സംരക്ഷിക്കുന്ന ഒരു കമ്മീഷനുണ്ട്. പൊണ്ടിഫിക്കൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനേഴ്സ് എന്ന് പറയുന്ന, അതായത് പ്രായപൂർത്തിയാകാത്ത ആളുകളുടെ കുട്ടികളുടെ അവകാശം നിഷേധിക്കുന്ന, അതിന് അങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന അവകാശത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന കമ്മീഷൻ. അതുപോലെ തന്നെയുള്ള നിരവധിയായിട്ടുള്ള കമ്മിറ്റികളും പൊന്തിഫിക്കൽ കമ്മിറ്റികളുമുണ്ട്. മൈഗ്രൻസിന് ഒക്കെ വേണ്ടിയിട്ടുള്ള കമ്മിറ്റികളുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ 16 ഡിക്കാസ്റ്ററികൾ, 3 ട്രൈബ്യൂണൽസ്, അതുപോലെ പൊന്റിഫിക്കൽ കമ്മീഷൻസ്, കമ്മിറ്റികൾ തുടങ്ങിയ വഴിയായിട്ട്, പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നയതന്ത്ര വിഭാഗം, ഇതേക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വഴിയായിട്ടാണ് പ്രധാനമായിട്ടും കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പ പരമാധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഭരണം നിർവഹിക്കുക എന്ന് പറയും. ഈ പൊന്റിഫിക്കൽ കമ്മീഷനുകളിലൊക്കെ തലപ്പത്തും ഇതുപോലെ തന്നെ കർദിനാളുമാരും ആർച്ച് ബിഷപ്പുമാർ തന്നെയാണ്. ആർച്ച് ബിഷപ്പുമാരാണ് കമ്മീഷൻസിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ. കമ്മീഷൻസിൽ അതിലെ മെമ്പേഴ്സായിട്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, ഇപ്പോൾ ഉദാഹരണമായിട്ട് തിയോളജിക്കൽ കമ്മീഷൻ അല്ലെങ്കിൽ ബിബിളിക്കൽ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന, അപ്പം പ്രസിദ്ധരായിട്ടുള്ള ബൈബിൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞ പണ്ഡിതന്മാർ, ഇതൊക്കെ ഇതിലെ കമ്മീഷനിലെ മെമ്പേഴ്സാകും. അപ്പോൾ ആർച്ച് ബിഷപ്പുമാർ, അതുപോലെ തന്നെ ബിഷപ്സ്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവശാസ്ത്ര പണ്ഡിതർ അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതർ ഒക്കെ ഈ കമ്മീഷനിലെ അംഗങ്ങളായിരിക്കാം. നിരവധി പേര് ഈ കമ്മീഷനുകളിലുണ്ട്. ഇപ്പോൾ ഡിക്കാസ്റ്ററി പോലെ ഉള്ള ഓഫീസുകളുടെ സ്റ്റാഫിൻ്റെ എണ്ണമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്രയും നമ്മൾ കണ്ടു. ഇതിലൂടെ വളരെ സങ്കീർണവും വിപുലവുമായ ഒരു ഭരണ സംവിധാനത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനം മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ? കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോകാനായി ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന, അതിൽ 100 കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വകുപ്പാണ് സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡിക്കാസ്റ്ററികളിൽ തന്നെയാണെന്നുണ്ടെങ്കിലും എനിക്ക് അറിയാവുള്ളിടത്തോളം കാലം 6 പ്രധാനപ്പെട്ട ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ ഡിക്കാസ്റ്ററികളിലും സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റുകളിലും മറ്റ് വകുപ്പുകളിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഭാഷകളിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കാനായിട്ടൊക്കെ ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന വകുപ്പുകളാണ് എല്ലാം തന്നെ. കാരണം ഇതിനെല്ലാം ഈ വത്തിക്കാൻ്റെ ഈ പറയുന്ന പരിശുദ്ധ സിംഹാസനത്തിൻ്റെ, കത്തോലിക്ക സഭയുടെ ഈ ഭരണ കുരിയായുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കുന്നത് പോലെ, സാധാരണ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് ഒരു ഓഫീസ് എന്നൊക്കെ പറയുന്ന ഗവൺമെൻറ് ഓഫീസുകളുമായിട്ടൊക്കെയാണ് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ചുവപ്പ് നാടാം, അപ്പം കാര്യങ്ങൾ പല ദിവസങ്ങളിൽ അവധിയെടുക്കൽ, ഇങ്ങനെയായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ല. അപ്പോൾ ഇവിടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആളുകളെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കോട്ടായുടെ പേരിലൊന്നും അല്ല ഇതിനകത്ത് പ്രവേശിപ്പിക്കുക. കാര്യക്ഷമതയുള്ള, സമർപ്പണ ജീവിതമുള്ള, ത്യാഗസന്നദ്ധതയൊക്കെ ഉള്ള ആൾക്കാരെയാണ് വാസ്തവത്തിൽ. അപ്പോൾ ഓരോ വകുപ്പിനും അതിൻ്റെ മേൽനോട്ടം വഹിക്കാനായിട്ട് ആൾക്കാരുണ്ട്, അതിൻ്റെ ഉപവകുപ്പുകൾക്കുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇതിനോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടവരാണ്, ചോദ്യം ചെയ്യപ്പെടാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സർക്കാർ സർവീസുകളിലൊക്കെ നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടെന്ന്, സർക്കാർ സർവീസിലേക്ക് 20 വയസ്സായപ്പോൾ 22 വയസ്സായി കയറി കഴിയുമ്പോഴത്തേക്ക് റിട്ടയർമെൻറ്റ് വരെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവത്തിൽ. അപ്പോൾ ഇവിടെ അങ്ങനത്തെയൊന്നുമല്ല. കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും ആളെ ടെർമിനേറ്റ് ചെയ്യും എന്നുള്ളതാണ്, മാറ്റും എന്നുള്ളതാണ്. കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആളുകൾക്കൊരു സംശയം തോന്നുള്ളൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ സമയമെടുക്കും എന്നുള്ളതാണ്. അതൊരു ചോദ്യമാണ്. പല കാര്യങ്ങളിലും മറുപടി കിട്ടാനായിട്ട് വൈകുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം വൈകുന്നുണ്ടെന്നുള്ള ആ ചോദ്യങ്ങൾക്ക് വാസ്തവത്തിൽ അത് ശരിയായിട്ടുള്ള പല കാര്യങ്ങൾക്കും എന്നുള്ള ഇന്നത്തെ കാലത്ത് ചില കാര്യങ്ങൾക്കെന്ന് വേണമെങ്കിൽ അത് ഇച്ചിരി മാറ്റി പറയാമെന്ന് തോന്നുന്നു. പണ്ടാണെങ്കിൽ പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ ഡിസിഷൻ വരാൻ വൈകുന്നു എന്നുള്ളൊരു
പരാതിയുണ്ട്. ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരം നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ പലപ്പോഴും രൂപതാ തലത്തിലും അതിരൂപതാ തലത്തിലും ഒക്കെ വാസ്തവത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ചിലത് ഈ പറയുന്ന റോമിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ കാര്യാലയത്തിലേക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് വരാനായിട്ട് വാസ്തവത്തിൽ സമയം എടുക്കുന്നുണ്ട്. ഈ സാറ് പറഞ്ഞത് കൃത്യമാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാര്യം അവിടുത്തെ പരിഗണനയ്ക്ക് അല്ലെങ്കിൽ അപ്പീലിനായിട്ട് വിധി തീർപ്പിനായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള അതിന് തക്കതായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത്, കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരിത് കാണുന്ന ഇതിപ്പോൾ ഒരു എഴുത്ത് അവിടെ ചെല്ലുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അതെല്ലാം നമ്മൾ സമർപ്പിക്കണമല്ലോ. അപ്പോൾ ഇത് പഠിക്കാനായിട്ടുള്ള ഒരു കമ്മിറ്റി അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഒരു വിഭാഗം വയ്ക്കുന്നു. അവർക്കിതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള നൂറുകണക്കിന് കേസുകളുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഈ പറയുന്ന കേസുകളുണ്ടാകും, നൂറുകണക്കിന് കേസുകളുണ്ടാകും. അപ്പോൾ ആ കേസുകൾ വാസ്തവത്തിൽ ഓരോന്നിൻ്റെയും മുൻഗണനാ ക്രമത്തിലാണ് എടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നമ്പർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മുൻഗണനാ ക്രമത്തിലെടുക്കുന്നു. ക്രമത്തിലെടുത്തതിന് ശേഷം ഇത് വാസ്തവത്തിൽ ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രമേ വിധി തീർപ്പ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കൊരു സിറ്റിംഗ് ഉണ്ടാകും, പല സിറ്റിങ്സ് കാണും ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്, പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട്, കാനോൻ നിയമം പ്രകാരം പഠിക്കാനായിട്ട്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വാസ്തവമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അതും കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളൊരു പ്രശ്നമായിട്ട് ചെല്ലുന്നു, ഉടൻ തന്നെ നമുക്ക് പരിഹാരം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. എന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. എസ് ഓർ നോ അവിടുന്ന് പറയണം എന്നുള്ളതാണ്. പക്ഷേ അത് പലപ്പോഴും നമുക്ക് സാധിക്കില്ല. ഇവിടെയൊക്കെ ആണെന്ന് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടപ്പാക്കാം എന്നുള്ളൊരു കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ രൂപതകളിലൊക്കെ നടപ്പാകും. പക്ഷേ അവിടെ ഇങ്ങനെ പലതും നോക്കിയിട്ടാണ് അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കാനായിട്ട് ആളുകളെ നിയോഗിക്കണം. അതുപോലെ തന്നെ ഒരു രാജ്യത്താണെന്നുണ്ടെങ്കിൽ രാജ്യത്തെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ, രൂപതയുടെ ആൾക്കാരുമായിട്ടൊക്കെ വീണ്ടും ചിലപ്പം ബന്ധപ്പെടേണ്ടതായിട്ടൊക്കെ വന്നേക്കും. ചിലപ്പോൾ ചില ഡോക്യുമെൻറ്റ്സ് വീണ്ടും ചോദിച്ചേക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കുമൊക്കെ സമയം എടുക്കാനായിട്ട് സാധ്യതകളുണ്ട്. വൈദികർ സഭ വിട്ടുപോയ ശേഷം അവർക്ക് കിട്ടേണ്ട ഡിസ്പെൻസേഷനൊക്കെ ഒരുപാട് വൈകുന്നു എന്നുള്ളൊരു സംസാരം കാണാറുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ നോക്കുമ്പോൾ പൂർണ്ണമായിട്ട് ശരിയാകില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് ചോദിച്ചത് കൊണ്ട് നമ്മൾ പ്രേക്ഷകരുടെ അറിവിനായിട്ടൂടെ ഞാൻ ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സഭ വിട്ടുപോകുന്ന, അതായത് പൗരോഹിത്യം ഉപേക്ഷിക്കുന്ന ചുരുക്കം ചില വൈദികരുണ്ട്. പല കാരണങ്ങളാൽ പൗരോഹിത്യം ഉപേക്ഷിക്കുന്നവരുണ്ട് കത്തോലിക്ക സഭയിൽ. അപ്പം പൗരോഹിത്യം ഉപേക്ഷിച്ച, സഭ വിട്ടുപോകുന്ന പൗരോഹിത്യം ഉപേക്ഷിച്ച ആളുകൾ, സഭ വിട്ടുപോകുന്നതല്ല, പൗരോഹിത്യം ഉപേക്ഷിക്കുന്ന ആളുകൾ ഈ പൗരോഹിത്യത്തിൻ്റെ ദൗത്യത്തിൽ നിന്ന്, ആ കർമ്മങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നൽകാനായിട്ട് അപേക്ഷിക്കുന്നു. അത് പലപ്പോഴും വിട്ടുപോയി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. വിട്ടുപോയി കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പം 10 കൊല്ലം കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, കുറച്ചുകൂടെയൊക്കെ പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും. കാരണം ഇവരുടെ ഒരു വലിയൊരു പ്രയാസം, പൗരോഹിത്യം വിട്ടുപോകുന്നവരുടെ ഒരു പ്രയാസം, സഭയുടേതായിട്ടുള്ള ഈ പറയുന്ന കുദാശകൾ സ്വീകരിക്കുക, സഭയുടെ കുദാശകൾ സ്വീകരിക്കാനായിട്ട് പറ്റാത്ത ഒരു വലിയൊരു മാനസികാവസ്ഥ, ഒരു ആത്മീയമായിട്ടുള്ളൊരു അവസ്ഥ പലർക്കും അനുഭവിക്കും. കാരണം ഇതുവരെയൊക്കെ ഈ കുദാശകൾ കൈകാര്യം ചെയ്തിരുന്ന തങ്ങൾക്ക് കുദാശകൾ സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം തോന്നും. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ഇതിനൊരു വിടുതൽ നൽകണം. ഡിസ്പെൻസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊക്കെയുള്ള പൗരോഹിത്യ ധർമ്മത്തിൽ നിന്നും കടമകളിൽ നിന്നൊക്കെയുള്ളൊരു വിടുതൽ കൊടുക്കണം. അത് വിടുതൽ വൈകുന്നു. ഒന്ന് അപേക്ഷ കൊടുക്കാനായിട്ട് വൈകുന്നു, ഒന്നൊരു കാര്യമുണ്ട്. ഇനി അപേക്ഷ കൊടുക്കുന്നു, ഉദാഹരണമായിട്ട് രൂപതാധ്യക്ഷന്, രൂപതയിലെ ഒരു വൈദികനാണ് അങ്ങനെ വിട്ടുപോയത്, അതുപോലെ തന്നെ വിടുതലിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നെങ്കിൽ അത് സമർപ്പിക്കേണ്ടത് ആദ്യം രൂപത അധികാരിക്കാണ്. ഒരു സന്യാസ വൈദികനാണെന്നുണ്ടെങ്കിൽ സന്യാസത്തിൻ്റെ സുപ്പീരിയർ ജനറലിനാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ സുപ്പീരിയർ ജനറൽ അദ്ദേഹം ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. അപ്പോൾ സുപ്പീരിയർ ജനറൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കാനോനിക്കൽ ആയിട്ടുള്ളൊരു പ്രൊസീജിയറുണ്ട്. സാറ് ചോദിച്ചതുകൊണ്ട് ഞാൻ അതിൻ്റെ കാനോനികമായിട്ടുള്ള സഭാ നിയമപ്രകാരമുള്ള ഒരു നടപടിക്രമമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഈ അധികാരി ഇതിന് വേണ്ടിയിട്ട് ഒരു
ഒരു ജുറിഡിക്കൽ കമ്മിറ്റിയെ രൂപീകരിക്കും എന്നുള്ളതാണ്. ഒരു ജഡ്ജ്, ഒരു സെക്രട്ടറി എന്നൊക്കെയുള്ള രീതിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ്, ഇതിൻ്റെ ബാക്കിയുള്ള മുന്നോട്ടുള്ള നടപടിക്രമം നടത്താനായിട്ട് ഇവരെ ഏൽപ്പിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പം കാനൺ ലോയൊക്കെ കുറച്ചറിയാവുന്നതും ഒക്കെ ആയിട്ടുള്ള സഭാകാര്യങ്ങളിലൊക്കെ ഒരു ഇച്ചിരി അറിവൊക്കെ ഉള്ള ആൾക്കാരെ ആയിരിക്കും ഈ 2 പേരെയാണ് നിയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 പേര് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒന്ന് കമ്മിറ്റി രൂപീകരിക്കാനായിട്ട്, ഇപ്പോൾ സന്യാസഭയാണെന്നുണ്ടെങ്കിൽ ആരെയാണ് ഇതിലത്തെ മെമ്പറാക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു നമ്മൾ ഓർക്കണം, അതിൻ്റെ സമയം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ 2 പേര് അവർക്കൊരു സുപ്പീരിയർ ജനറൽ അങ്ങനെ പെട്ടെന്ന് നിശ്ചയിക്കുകയല്ല, അവർ കൗൺസിൽ കൂടിയിട്ട് ആരെങ്കിലും 2 പേരെ, യുക്തം തോന്നുന്ന 2 പേരെ നിയമിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെ 2 പേരെ നിയമിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവരാണ് വാസ്തവത്തിൽ ഒരു 5 പേരോട് എങ്കിലും ഈ പൗരോഹിത്യം വിട്ടുപോയിട്ടുള്ള ആളുമായിട്ട് ബന്ധപ്പെട്ട ആളെ അറിയുന്ന ഒരു 5 പേരെയെങ്കിലും അവർ ഇത് ചെയ്യണം, ഇൻ്റർവ്യൂ ചെയ്യണം, ഈ ആളെ അറിയുന്ന ആൾക്കാർ. അത് ചിലപ്പോൾ അദ്ദേഹത്തെ പരിശീലിപ്പിച്ച, വൈദിക പരിശീലനത്തിൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള റെക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഫസറായിരിക്കാം, ഇനി ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരായിരിക്കാം. അങ്ങനെ അവർക്ക് നമ്മളൊരു ക്വസ്റ്റ്യനെയർ കൊടുക്കുകയാണ്, ചോദ്യാവലി കൊടുക്കുകയും അതുപോലെ തന്നെ അവരെ നമ്മൾ നേരിട്ട് കണ്ട് തന്നെ അവരോട് ആവശ്യപ്പെടുകയാണ്, വരാനായിട്ട് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നു, പല കാര്യങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നിങ്ങൾക്കറിയാവോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയ ജീവിതം, അദ്ദേഹത്തിൻ്റെ മച്യൂരിറ്റി, പക്വത എങ്ങനെയാണ്, ഇമോഷണൽ മച്യൂരിറ്റി എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ, മറ്റുള്ളവരുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ത്യാഗസന്നദ്ധത, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാം. അപ്പോൾ അവരിൽ നിന്നും നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ടൊക്കെ കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ട് കിട്ടാൻ തന്നെ ഈ 5 പേരെ കണ്ടുപിടിക്കാനും 5 പേരുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് കിട്ടാനും, അപ്പം നമുക്ക് ഇദ്ദേഹത്തിന് വിടുതൽ കൊടുക്കാൻ ആയിട്ടുള്ള യോഗ്യതകളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് ഇതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്രോഡീകരിച്ചതിന് ശേഷം ഇതിന് സ്വല്പം മാസങ്ങളെടുക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അച്ഛൻ്റെ വിടുതലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് നോക്കിയെന്നുള്ളത് പറയുകയാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ സമ്മതിക്കാം, ഞാനിത് തരാം, പക്ഷേ എനിക്കിപ്പം വലിയ തിരക്കുണ്ട്, അച്ഛൻ 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു റിപ്പോർട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സമയം എന്നിട്ട് പിന്നെ ഇത് ക്രോഡീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഓരോരുത്തരുടെ റിപ്പോർട്ട്. അപ്പം എന്നിട്ട് നമ്മളൊരു വലിയൊരു എഴുത്ത് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അവരുടെയൊക്കെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ വിടുതൽ ആഗ്രഹിക്കുന്ന ആ ആളെ നമ്മൾ നേരിട്ട് കണ്ട് ആ ആളുമായിട്ട് 2ഓ 3ഓ തവണ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൃത്യതയോടുകൂടി തന്നെ നമുക്കതിൻ്റെ കൃത്യമായിട്ട് വിവരം കിട്ടണം എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് ഈ മറച്ചു വയ്ക്കാനായിട്ടൊന്നും സമ്മതിക്കാത്ത വിധത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കണം. എന്തുകൊണ്ട് പോയി, എന്താണ് ഇതിൻ്റെ കാരണം, എന്തുകൊണ്ട് ഇപ്പം ഡിസ്പെൻസേഷനായിട്ട് ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷമാണ് വാസ്തവത്തിൽ ശരിക്ക് ഒരു എഴുത്തൊക്കെ ആയിട്ട് സമർപ്പിക്കുകയാണ് വാസ്തവത്തിൽ. നമ്മൾ ഈ പറയുന്ന വത്തിക്കാൻ്റെ ഈ ഓഫീസിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് നമ്മളെ ഈ ചുമതല ആരെ ഏൽപ്പിച്ചോ ആ ആളെ ഏൽപ്പിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ സുപ്പീരിയർ ജനറൽ ആണെങ്കിൽ സുപ്പീരിയർ ജനറലിനെ നമ്മളെല്ലാ ഡോക്യുമെൻറ്റ്സോട് കൂടി, മറ്റ് 5 പേരിൽ നിന്നൊക്കെ കിട്ടിയ ഡോക്യുമെൻറ്റ്സിനോട് കൂടി തന്നെ സമർപ്പിക്കുകയാണ്. ഇത് പക്ഷേ ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ സൂക്ഷിച്ചിട്ട് എന്നിട്ട് സുപ്പീരിയർ ജനറൽ അദ്ദേഹത്തിൻ്റെ ഒരു കവറിംഗ് ലെറ്ററോട് കൂടി ഇദ്ദേഹത്തിന് ഡിസ്പെൻസേഷൻ കൊടുക്കണം എന്നൊരു അപേക്ഷ കൊടുക്കുകയാണ്. വസ്തുതയിൽ ഇന്ന കാരണങ്ങളാൽ എന്നും പറഞ്ഞുകൊണ്ട്, കാരണങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഡിസ്പെൻസേഷന് വേണ്ടിയിട്ട്. എന്നിട്ട് ആണ് വാസ്തവത്തിൽ ഇപ്പോൾ കോൺഗ്രിഗേഷൻ ഫോർ പ്രീസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ ഫോർ റിലീജിയസ് ആയിരിക്കാം, അത് ഓരോ ഇതിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. അപ്പോൾ അവരാണ് ഈ അപേക്ഷകൾ പരിഗണിക്കുന്നത്. ഈ പരിഗണിച്ചിട്ട് ഡിസ്പെൻസേഷൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ചിലപ്പോൾ അതൊരു വർഷം വരെയൊക്കെ ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം. പക്ഷേ ഈ ഇപ്പം ഞാൻ ഇടപെട്ടൊരു കാര്യമാകുമ്പോഴത്തേക്കും വത്തിക്കാനിലേക്ക് അല്ല ഈ പറയുന്ന റോമൻ കുരിയയിലേക്ക് അയച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ മറുപടി കിട്ടി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മുടെ പ്രോസസ്സിന് സമയമെടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കോവിഡിൻ്റെ കാലമായിരുന്നു.
കോവിഡിൻ്റെ കാലമായിരുന്നത് കൊണ്ട് ഇൻ്റർവ്യൂവും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചിലരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നുകൊണ്ട് അവർക്കിവിടെ വരാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെയാണ് വാസ്തവത്തിൽ താമസിച്ചത്. മറ്റൊരു ചോദ്യം, ഈ നമ്മുടെ വത്തിക്കാനിലെ ഈ ഭരണ സംവിധാനത്തിൽ കർദിനാൾമാർ, ആർച്ച് ബിഷപ്പ്മാർ, അൽമായർക്ക് എന്തുമാത്രം അവിടെ പങ്കാളിത്തമുണ്ട്? വാസ്തവത്തിൽ അൽമായർ സഭയുടെ അംഗങ്ങളാണ്. വാസ്തവത്തിൽ സഭാ വിശ്വാസികളാണ്, സഭയിലെ അംഗങ്ങളാണ്. അവർക്ക് ഒരുപാട് അവകാശ അധികാരങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ മാർപ്പാപ്പ 2022 ഈ ഞാൻ പറഞ്ഞല്ലോ മാറ്റം വരുത്തി ചില കാര്യങ്ങൾ. റോമൻ കുരിയായുടെ ഭരണ സംവിധാനത്തിൽ ക്രമീകരണങ്ങളിൽ അല്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് റോമൻ കുരിയായുടെ ഭരണ സംവിധാനത്തിൽ അൽമായർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന റോമൻ കുരിയായുടെ ഭരണ നിർവഹണ രീതിയിൽ അത് ഒരു പൗരോഹിത്യ സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ആ ശുശ്രൂഷ ജോലി എന്ന് പറയുന്നത്. റോമൻ കുരിയായുടെ ഈ പറയുന്ന ഡിക്കാസ്റ്ററിയിലും മറ്റുള്ളത് അത് പൗരോഹിത്യമായിട്ട് ബന്ധപ്പെടുത്തേണ്ട, പൗരോഹിത്യ സ്വീകരണവുമായിട്ട് കോൺസെക്രേഷനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതല്ല എന്നുള്ളതാണ്. അത് മാർപ്പാപ്പായാണ് നിശ്ചയിക്കുന്നത്. ഡിക്കാസ്റ്ററികളിലെ ഹെഡ് അൽമായരാകാം. അതായത് പണ്ട് ഈ കർദിനാളന്മാരും ആർച്ച് ബിഷപ്പുമാരും വഹിച്ചിരുന്ന പദവി, പ്രീഫെക്റ്റ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പ്രസിഡൻ്റ് എന്ന് പറയുന്ന പദവി അൽമായർക്ക് വഹിക്കാം. ഉദാഹരണമായിട്ട് ഒരു അൽമായനാണ് ഈ കമ്മ്യൂണിക്കേഷൻ, മാധ്യമങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത്. ഡിക്കാസ്റ്ററി ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മീഡിയയുടെ ഒരു ഹെഡ് ഒരു ഇതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ, സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യാലയമാണ് സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ അതിലെ അണ്ടർ സെക്രട്ടറി എന്ന് പറയുന്നതും വളരെ ഒരു പ്രധാനപ്പെട്ട ഓഫീസാണ്. അണ്ടർ സെക്രട്ടറി ഒരു വനിതയാണ്. അപ്പോൾ ഇങ്ങനെ പല വകുപ്പുകളിലും ഒക്കെ പ്രധാനപ്പെട്ട ഓഫീസുകൾ, പദവികൾ വഹിക്കുന്ന അത് അൽമായരാണ്. അതുപോലെ തന്നെ അൽമായർ ഒരുപാട് പേര് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൽമായർ വത്തിക്കാൻ കാര്യാലയങ്ങളിലെ വിവിധങ്ങളായിട്ടുള്ള ഓഫീസുകളിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഇതുണ്ടോ, ഇതിൻ്റെ നമ്പർ എത്ര ആൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് ഒരു കണക്കെന്തെങ്കിലും? നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഈ 2019 കണക്കനുസരിച്ച് വത്തിക്കാനുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ട് 4618 പേര് ജോലി ചെയ്യുന്നുണ്ട്. 2019 കണക്കനുസരിച്ചാണ്, ഒരു കണക്കനുസരിച്ച്. അപ്പം 4 കൊല്ലം കൂടെ പിന്നിട്ടെന്നുള്ളതാണ്. 2019 കണക്കനുസരിച്ചാണ്. അതിൽ 1016 പേര് വനിതകളാണ്. 1016 പേര് വനിതകളാണ്. ഏതാണ്ട് 22% ആളുകൾ. അപ്പം അൽമായർ ഈ പറയുന്ന പുരുഷന്മാർ വേറെ വരുന്നു. വനിതകളെന്ന് പറയുമ്പോഴത്തേക്ക് സിസ്റ്റേഴ്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ വകുപ്പിലേക്ക് ഈ പറയുന്ന ഓരോ കാര്യാലയത്തിലേക്കുമൊക്കെ ആളുകളെ, കഴിവുള്ള ആളുകളെ എന്നുള്ളതാണ്, കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെയാണ് നിയമിക്കുന്നത്. അങ്ങനെ നിയമിക്കുമ്പോൾ നമ്മൾ കത്തോലിക്ക സഭ എല്ലാ വിശ്വാസികളെ, എല്ലാ രാജ്യങ്ങളെയും എല്ലാ രാജ്യങ്ങളെന്ന് പറയാൻ പറ്റില്ല, പല രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നും, ഏഷ്യയിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, അമേരിക്കയിൽ നിന്നും ഒക്കെയുള്ള ആളുകളാണ്. അല്ലാതെ ഏതെങ്കിലും മാത്രമല്ല. അല്ല, പണ്ട് ഇറ്റലിയിൽ നിന്നായിരുന്നു കൂടുതൽ പേര് ഇതിൻ്റെ അകത്ത് ജോലി ചെയ്തിട്ടിരുന്നത്. ഇപ്പം അങ്ങനെ അല്ല വാസ്തവത്തിൽ. കാരണം കത്തോലിക്ക സഭ പ്രതിദാനം ചെയ്യുന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ, വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കർദിനാളന്മാരുണ്ട്, ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും ഉണ്ട്, അതുപോലെ തന്നെ പുരോഹിതരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, വനിതകളുണ്ട്, അൽമായ വനിതകളുണ്ട്, അതുപോലെ അൽമായ പുരുഷന്മാരുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിലും ഇതുപോലെ അൽമായർ ഒരുപാടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ 2019 കണക്കനുസരിച്ച് ഈ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിൽ 103 പേര് അൽമായർ വർക്ക് ചെയ്യുന്നുണ്ട്. 103 പേര്. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിൽ എന്തുമാത്രം ആളുകൾ ജോലിക്ക് വരുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അൽമായർക്ക് വലിയ ഒരു പ്രാധാന്യം, പ്രത്യേകിച്ച് 2022 മാർപ്പാപ്പായുടെ ആ
ഒരു പ്രസിദ്ധീകരണം അനുസരിച്ച് സുവിശേഷം പ്രഘോഷിക്കുക, എവങ്കേലിയം, പ്രതിക്കാത്തെ എവങ്കേലിയം എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതനുസരിച്ചാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് അത് വൈദികരുടെയോ മെത്രാന്മാരുടെയോ കർദിനാളന്മാരുടെയോ മാത്രമുള്ള ഒരു ചുമതലയല്ല, എല്ലാ വിശ്വാസികളുടെയും ചുമതലയാണ്. അപ്പോൾ എല്ലാ വിശ്വാസികളുടെ ചുമതലയുടെ ഭാഗം ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ പോലെ കത്തോലിക്ക സഭയുടെ ഭരണനിർവഹണം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ തന്നെ ആ പ്രഘോഷണമൊക്കെ എങ്ങനെ കാര്യക്ഷമമായിട്ട് നടപ്പാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഏർപ്പാട്. ഈ ആളുകൾ ഒരു ചോദ്യം കൂടി മനസ്സിലാണ്, ഈ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഒരു സർവീസ് അല്ലല്ലോ, അത് ശരിക്കും പെയ്ഡ് അല്ലേ? അത് പെയ്ഡാണ്. ഈ പറയുന്ന എല്ലാവർക്കും ഒരു പേയ്മെൻ്റ് ഉണ്ട്. ഈ പറയുന്ന ഇനി ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഫ്രീ സർവീസ് എന്തെങ്കിലും നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു കണ്ടേക്കാം. ഇതൊരു സഭയ്ക്ക് തൻ്റേതായിട്ടുള്ള പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെയുള്ള ഒരു സേവനമായിട്ട് ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പേയ്മെൻ്റ് ഉണ്ട്. ആ പേയ്മെൻറ്റ് എന്നറിഞ്ഞിടത്തോളം അത് ഇറ്റലിയിൽ ഒരു സാധാരണ ഈ പറയുന്ന പദവികൾ വഹിക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന ഇതിന് തുല്യമായിട്ടുള്ള പദവികൾ വഹിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സാലറിയാണ് വാസ്തവത്തിൽ കിട്ടുന്നതെന്നാണ് എൻ്റെ അറിവ്. എനിക്കതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, എങ്കിലും പൊതുവായിട്ടുള്ളൊരിതാണ്. അപ്പം ചുരുക്കത്തിൽ ഈ ഭരണനിർവഹണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും വളരെ കാര്യക്ഷമമായിട്ടാണ് സഭയിൽ പരിശുദ്ധ പിതാവ്, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് തൻ്റെ അജപാലന ദൗത്യം ലോകമെങ്ങുമുള്ള വിശ്വാസികളുടെ കാര്യങ്ങളിൽ, അവരുടെ ആത്മീയ വളർച്ചയിൽ, അതുപോലെ തന്നെ മറ്റ് തലത്തിലുള്ള അവരുടെ ഈ ലോകത്തിലുള്ള അവരുടെ യാത്ര, സ്വർഗത്തിലെത്തിച്ചേരുന്നവരുള്ളവരുടെ യാത്ര സുരക്ഷിതമാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഈ സഭയിൽ ഇവിടെ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ ഈ ഭരണനിർവഹണത്തിൽ കത്തോലിക്ക സഭയിൽപ്പെട്ട അതിൽ മെത്രാന്മാരുണ്ട്, കർദിനാളന്മാരുണ്ട്, വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, അൽമാർ ഒക്കെ അവരുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായ പൊന്റിഫിക്കൽ കമ്മീഷനുകളെക്കുറിച്ചും കമ്മിറ്റികളെക്കുറിച്ചുമാണ്. ഈ കമ്മിറ്റികളിൽ അൽമാരുടെ പങ്കാളിത്തം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് നിങ്ങളുടെ പേരിൽ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങൾ കത്തയക്കുമ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പർ കൂടെ അതിൽ കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട മേൽവിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും യേശുനാമത്തിൽ നന്ദി, നമസ്കാരം.